ദൈവത്തിന്റെ വചനത്തിൽ നമ്മളൊന്ന് പ്രാരംഭമായിട്ട് കേൾക്കാനിടയായി തീർന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ പരിശ്രമം നിങ്ങൾക്ക് ആവശ്യം. ആ വചനം നമ്മൾ സൂക്ഷ്മമായിട്ട് ഭാഗമായിട്ട് ഗ്രഹിക്കേണ്ടതാണ്. ഒന്നാമത് തന്നെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ എന്റെ ഇഷ്ടം വിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. ഞാൻ എന്നെ പ്രശ്നമിരിക്കണേ, ദൈവത്തിന് ഇഷ്ടം ചെയ്താൽ പോരെ. കാരണം ഞാൻ എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ്. ദൈവത്തിന്റെ ഇഷ്ടം യേശു പറഞ്ഞത് അങ്ങനെയാ. എന്താ? കഴിയുമെങ്കിൽ ഈ നാഴിക നീ പോണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. അതല്ല കാര്യം. പക്ഷെ നിന്റെ ഇഷ്ടം നടക്കണമെങ്കിൽ അതിനെന്ത് വേണം? സഹിക്കേണ്ടി വരും. സഹിച്ചാലുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, സഹിക്കുന്നെങ്കിൽ കൂടെ പാടും, യേശുവിനോടൊപ്പം പാടും. കാരണം എന്താ? സഹിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സഹിച്ചാലുള്ള പ്രത്യേകത എന്താ? നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം ലഭിക്കാൻ വേറൊരു വഴിയില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം? സഹിക്കണം. എന്ത്? നമുക്ക് തോന്നിയത് ചെയ്ത് കഴിഞ്ഞാൽ സഹിച്ചാൽ പോരാ. പിന്നെയോ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തിട്ട് സഹിക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം കിട്ടും. ക്രിസ്തുവിന്റെ സ്വഭാവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ വർദ്ധിക്കും, ക്രിസ്തുവിനൊപ്പം വാഴാം. ഇവിടെയാണ് ഏറ്റവും ഇതിന് മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവഇഷ്ടം ആണ് ഏറ്റവും മുഖ്യമെന്ന്. അത് ശരിയാ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ അനേകം പേര് തയ്യാറായിട്ട് വന്നു. അതിന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുക. ഈ ലോകത്തില് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കാൻ നോക്കുമ്പോൾ അനേകർ കൂടി വരുന്നുണ്ട്. കൂടി വന്നതിന് ശേഷം എന്ത് ചെയ്തു? പലരും പിൻവാങ്ങി കൊള്ളരാത്തവരായി തീർന്നു. വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നീ എന്നും ഞാൻ ആരാധനയും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ കൂടിക്കൊള്ളാം എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് അവിടുത്തെ കാര്യം മനസ്സിലാകുന്നത്. ഇത് വെറുതെ നടക്കില്ല. എന്ത് വേണം? സഹിഷ്ണുത വേണം. ഈ കാര്യത്തിന് സഹിഷ്ണുത വേണം എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഓരോരുത്തരും തന്ന വഴിക്ക് തിരിഞ്ഞു പോകും. അങ്ങനെ കൊള്ളരാത്തവരായി പോയവരാണ് ഈ ലോകത്തുള്ളവരിൽ നല്ലൊരു ഭാഗം എന്ന് പറഞ്ഞതിനർത്ഥം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ സമർപ്പിക്കപ്പെട്ടു വരുമ്പോൾ അവൻ ഇത് മുഖ്യമായിട്ട് കരുതിക്കൊള്ളണം, സഹിച്ചേ മതിയാവൂ. സഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നത് ആ സഹനം ക്രമേണ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് അവനെ എത്തിച്ചുകൊണ്ടിരിക്കും. നമ്മള് പുതിയ യെരൂശലേമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്രകാരം പഠിക്കുന്നുണ്ട്. അവിടെ 12 ഗോപുരങ്ങളിൽ 12 മുത്തുകളാണ്. ഇവിടെ നീ 12 മുത്ത് കിട്ടി. നമുക്ക് ലോകത്തിൽ മുത്ത് കിട്ടുന്ന സ്ഥലം അറിയാം. കടലിൽ നിന്ന് മുത്തുച്ചിപ്പിയിൽ നിന്നാണ് മുത്ത് കിട്ടണേന്ന് അറിയാം. അതെങ്ങനെ ഈ മുത്തുച്ചിപ്പിയിൽ മുത്തുണ്ടാവണേ? അതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത്, മുത്തുച്ചിപ്പിയുടെ ഉള്ളിലെ ഒരു മാംസം, അത് ജീവനുള്ളതാണ്. ഈ മാംസത്തിലേക്ക് തരി മണൽ എവിടെയെങ്കിലും കയറും. ചെറിയ അരമുള്ളത് ഇതങ്ങ് കയറി കഴിഞ്ഞാൽ കേടുന്ന ഭാഗം മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്പം സ്രവം ഉണ്ടാവും. അതായത് ചോരയോ അതുപോലെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ മുറിയുന്ന ഭാഗം അങ്ങോട്ട് ഈ സ്രവം കൊണ്ട് അങ്ങ് മൂടും. വീണ്ടും ചരിക്കുമ്പോഴേക്കും ഇതിന്റെ അടുത്ത ഭാഗം ശരീരത്തേക്കുള്ളും, അതും മുറിയും. ഇങ്ങനെ വേദന എടുത്ത് ഓരോ വേദനയ്ക്കും പുറപ്പെടുന്ന ഈ സ്രവം കൊണ്ട് ഇതങ്ങ് മൂടി അവസാനം ഇതെന്ത് ചെയ്താലും മുത്തുച്ചിപ്പിക്ക് വേദനയില്ലാത്തൊരവസ്ഥ വരും. ഒരു ഉണ്ട പോലെ ആയിട്ടാണ് ഇതിങ്ങനെ ഇതിനാണ് എന്ന് പറയുന്നത് മുത്തെന്ന് പറയുന്നത്. ഈ മുത്തുച്ചിപ്പിയുടെ മുത്താണോ യെരൂശലേം ഒരു ഗോപുരത്തിനുള്ളത്? എന്താണെന്ന് വേദപുസ്തകം മുഴുവനും വളരെ ശ്രദ്ധയോടുകൂടി പലപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. എന്തായിരുന്നാലും അവിടെ ഒരു മുത്തുണ്ട്. മുത്തിന്റെ ഉത്ഭവം ഇങ്ങനെയാണ് താനും. എന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ
കൂടെ വാഴുമെന്നുള്ള വചനപ്രകാരം അവിടെയും ദൈവത്തിന്റെ ജനത്തിന്റെ സഹിഷ്ണുത നിശ്ചയമായിട്ടും നാളെ പുതിയൊരു സ്റ്റെപ്പിൽ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട് എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സമർപ്പണം ഇതിനാ വേണ്ടേ? സഹിഷ്ണുതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സഹിക്കാൻ തയ്യാറായി വരുന്നു. പലരും ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയ സന്തോഷത്തോടുകൂടിയും ആനന്ദത്തോടുകൂടിയാണ് വരുന്നത്. അങ്ങനെയല്ല, ഞാൻ സഹിക്കാൻ തയ്യാറായിട്ട് വരുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ മഹാപദവി ലഭ്യമാകുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് നമ്മൾ കേട്ടത് അത് വളരെ ശ്രദ്ധയോടെ അതും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവം ഒരു മനുഷ്യനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെതായി കണക്കൂട്ടണമെങ്കിൽ ദൈവം കണക്കൂട്ടണമെങ്കിൽ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? ഏറ്റവും കൂടുതൽ ദൈവത്തെ വിശ്വസിക്കുന്നവനായിരിക്കും. 2, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനായിരിക്കും. പിന്നെ 3, ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നവനായിരിക്കും. 4, പറയാം 4 ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. യഥാർത്ഥം അതെങ്ങനെയായിരുന്നു? ഇപ്പൊ എന്തൊക്കെയായി എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. വിശ്വാസം, ഭയം. രണ്ടാമത് ഭയം, അനുസരണം, സ്നേഹം. അതെന്താ, എങ്ങനെയാ ഇതിന്റെ ക്രമം വരുന്നത്? നമ്മള് കർത്താവിന്റെ ദാസനെപ്പറ്റി നമ്മൾ കേട്ടതെന്നറിയാം. എല്ലാവരും ഈ ദൈവത്തോടെ സ്നേഹം കൊണ്ടാ ഈ അനുസരിക്കണം. അങ്ങനെയല്ല. ഇന്ന് ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ഇന്ന് എനിക്ക് കോളാ. ഇന്ന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല. ഇന്ന് എല്ലാവരും കൂടെ ബഹളായിരിക്കും. അപ്പൊ അത് കാരണം പേടിച്ചിട്ട് പോകും. യഥാർത്ഥത്തിൽ ഇത് ദൈവസ്നേഹമൊന്നുമല്ല ഇത്. പക്ഷെ അതിന്റെ കാര്യം ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പൊരുളെന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. ഇതെങ്ങനെ ഉളവാകുന്നു എന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. അതായത് ഇവിടുന്ന് ഞാൻ പറയാം, ഇവിടെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിച്ചു വേണം കേട്ടോ. കാരണം അവിടെ ആ വീട്ടിൽ പട്ടിയുണ്ട്. അത് നിങ്ങൾ കരുതി പോകണം. ഒരാൾ അത് വിശ്വസിച്ച് കയ്യിലൊരു വടിയൊക്കെ എടുത്ത് സൂക്ഷിച്ച് അത് ഒഴിഞ്ഞങ്ങ് പോയി. അയാൾക്കൊന്നും പറ്റിയില്ല. വേറൊരാൾ ഇത് പറഞ്ഞു കേട്ട് ധിക്കരിച്ചോണ്ടങ്ങ് പോയി. അയാളെ പട്ടി കടിച്ചു. കേട്ടോ, ഒഴിഞ്ഞു പോയവൻ അവിടെ പട്ടിയുണ്ടെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് പട്ടിയെ ഭയപ്പെട്ട് അനുസരിച്ച് ഒഴിഞ്ഞുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോ കൂട്ടുകാരനെ പട്ടി കടിച്ചത്. എന്റെ കൂടെ പോകുന്നവന് പട്ടി കടിച്ച്, എന്നെ തൊട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു തന്നോണ്ടല്ലേ. അപ്പൊ എന്നോട് എന്ത് തോന്നും? പട്ടികടിയിൽ നിന്ന് ഒഴിവായി പോയവൻ എന്നോട് സ്നേഹം. ഇതാണ് സ്നേഹത്തിൽ ഉത്ഭവം. അതുകൊണ്ട് അതിനെ നമ്മൾ ഓർക്കേണ്ടത് എന്തൊക്കെയാ? വിശ്വസിച്ചതുകൊണ്ട് ഭയപ്പെട്ടതുകൊണ്ട് അനുസരിച്ചതുകൊണ്ട് അനുസരിച്ച് നല്ല ഫലം കിട്ടിയതുകൊണ്ട് ശരി. ഈ 4 കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഒരിക്കൽ കൂടി, എന്ത്? വിശ്വസിച്ചതുകൊണ്ട് ഭയപ്പെട്ടതുകൊണ്ട് അനുസരിച്ചതുകൊണ്ട് ശരി. ഇതിങ്ങനെ ഏറ്റവും ആദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞതോടുകൂടി പിന്നെ പറയുന്നത് നിവർത്തിയാകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു വന്നു. ഏതൊക്കെയാ? പിന്നെ ഇതിങ്ങനെ പറഞ്ഞ് ആ പട്ടി ഒഴിവായി പോയി. പിന്നെ ഒരു ദിവസം ഇന്നടുത്ത് പോകരുതെന്ന് പറഞ്ഞ് അതും അങ്ങനെ ഒഴിവായി പോയി. അങ്ങനെ സ്നേഹം വർദ്ധിച്ച് പിന്നെ ഒരു ദിവസം പറഞ്ഞ്, അവനെ നീ എറണാകുളത്തേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ ചില അപകടങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവൻ ഈ 4 കാര്യം ഒന്നിച്ചു വരുന്ന ഒരു സമയമുണ്ട്. ഏതൊക്കെയാ? പറഞ്ഞത് വിശ്വാസമായിട്ടും ഭയമായിട്ടും അനുസരണമായിട്ടും സ്നേഹമായിട്ടും ഒന്നിച്ചു വരുന്ന സമയം. ഈ ഒന്നിച്ചു വരുന്ന സമയമാണ് മനുഷ്യന് വളർച്ച പ്രാപിക്കുന്ന സമയം. ഇതാണ് ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ആരംഭം അവിടെയാണ്. ഏറ്റവും ആദ്യമേ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത് ചെയ്തില്ലെങ്കിൽ ഇന്ന് എനിക്ക് സമ്മാനം കിട്ടും എന്നുള്ളത് കൊണ്ട് പേടിച്ചത് അതൊരു ഘട്ടമാണ്. ആത്മീയമായ താഴ്ച വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. വിശ്വാസത്തിലേക്ക് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തുകൊള്ളണം, കർത്താവിന്റെ കൽപ്പന, നിന്റെ കൽപ്പന
വിശ്വാസമാകിയാൽ എന്റെ ഹൃദയം നിന്റെ വാഗ്ദത്തത്തെക്കുറിച്ച് വാചിക്കുന്നു. കർത്താവ് സ്തോത്രം. അപ്പോ കർത്താവ് ഒരു കൽപ്പന പറയുമ്പോൾ തന്നെ ഞാൻ അത് അപ്പൊ തന്നെ എന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? അത് ശരിയാ. അത് വിശ്വസിച്ച് അതിനെ ഭയപ്പെട്ട് അനുസരിച്ചാൽ എനിക്ക് അതിന്റെ ഫലമുണ്ട്, പ്രതിഫലമുണ്ട്, വാഗ്ദത്തം ഉണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ കാണുമ്പോഴാണ് കർത്താവിന്റെ വചനം പറയുന്നത് അവൻ വാഗ്ദത്തം പ്രാപിച്ചു. ദൈവസഭ അപ്രകാരമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയിൽ മുഴങ്ങുന്ന ഏത് വചനവും, ഏത് കൽപ്പനയും, ഏത് നിർദ്ദേശവും, ഏത് പ്രബോധനവും അപ്പോൾ തന്നെ നമ്മൾ എങ്ങനെ പ്രാപിക്കണം എന്ന് പറഞ്ഞേ? വിശ്വാസത്തോടും ഭയത്തോടും അനുസരണത്തോടും സ്നേഹത്തോടും കൂടി കൈക്കൊള്ളുന്ന ഒരു സമയമാണ് ദൈവത്തിന്റെ സഭ വളർച്ച പ്രാപിച്ച ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. സ്തോത്രം. ഈ കാര്യമാണ് എവിടെ വന്നതെന്നറിയാമോ? മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാമിൽ വന്നത്. അബ്രഹാം അവിടുന്ന് വന്നപ്പോ ഇതുവരെ ഇതൊക്കെ ഉണ്ടായിരുന്നോ? വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചു. അത് ദൈവത്തിന് അവന് നീതിയായിട്ട് കണക്കിട്ടു. അവിടും ഭയം കൂടുതലായിട്ട് വന്നോ? പിന്നീട് ക്രമേണ വളർന്ന് നമ്മൾ വളർച്ച പൂർത്തീകരണത്തിലേക്ക് വരുമ്പോഴേക്കും കർത്താവ് കൽപ്പിക്കുന്ന എത്ര വലിയ കൽപ്പനയായിരുന്നാലും അതിൽ ഈ 4 കാര്യങ്ങൾ ഒരുമിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്താൽ പുതിയൊരു ജീവിതത്തിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് നീങ്ങും. അതിനുവേണ്ടി കർത്താവ് ആത്മാവ് സഭയെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് തുടങ്ങാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,